നമുക്കൊന്ന് സോണ്ടായി ഫോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നാലോ? സോ ഇന്നത്തെ ഈ ഒരു യാത്ര നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. മഹാരാഷ്ട്രയിലെ കർജത്ത് ഭാഗത്തുള്ള സോണ്ടായി ഫോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മുംബൈ CSTയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ ഒരു ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ഫോർട്ട് കാണാൻ പോകുന്നു എന്നൊന്നും കരുതണ്ട. സോണ്ടായി ഫോർട്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെക്കിങ്ങും എക്സ്പീരിയൻസും പിന്നെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കർജത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം തപ്പിയത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഏരിയ എനിക്ക് കിട്ടി. കാരണം വേറെ ഒന്നുമില്ല, ട്രെയിനിൽ ഞാൻ ഫുൾ ഉറക്കായിരുന്നു. ആ ഒരു ഉറക്കച്ചിടവിൽ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒന്ന് റിഫ്രഷ് ആയി ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ഇനിയുള്ള യാത്ര തുടങ്ങാം എന്ന ആലോചനയിൽ ഞാൻ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മുംബൈയിൽ ഫസ്റ്റ് വന്ന ടൈമിൽ ഞാൻ ഇവിടുന്ന് യാതൊരു ഫുഡേ മേടിച്ച് കഴിക്കുക എന്നും പറഞ്ഞ് ഒരു പ്രതിജ്ഞ എടുത്ത ആളാണ്. പിന്നെ സാഹചര്യം നമ്മളെ മാറ്റിമറിക്കും എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ശീലമായി മാറും എന്ന് പറയുന്നത് എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കർജത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ സോണ്ടായി ഫോർട്ടിലേക്ക് എന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. സോ ഞാൻ ഓട്ടോ ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ എത്തിയത്. ഓട്ടോ ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 350 രൂപയായിരുന്നു. അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പിന്നെ വന്ന വഴിയൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് കുറച്ച് കൂടുതലൊന്നുമല്ല, അത് അവർ അർഹിക്കുന്നുണ്ട്. ആ കാണുന്ന മലയിലേക്കായിരുന്നു നമുക്ക് പോവേണ്ടത്. ഇവിടെ മൊത്തം വേലി വെച്ച് കെട്ടിവെച്ചേക്കാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവളാണ് ഈ ഉണ്ണി. ഈ ഒരു ഫോർട്ടിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ChatGPT അമ്മച്ചിയാണ് കേട്ടോ. ഇവിടെ ട്രക്കിങ്ങിന് ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഫോർട്ട് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ChatGPT അമ്മച്ചിയാണ് ഈ ഒരു ഫോർട്ട് സജസ്റ്റ് ചെയ്തത്. ഈ ഒരു ഫോർട്ട് കുന്നുകളും പച്ചപ്പും മഴക്കാലമാണെങ്കിൽ മേഘങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ഈ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, ഇതുവരെ ട്രക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ഒരു സോണ്ടായി ഫോർട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഫോർട്ട്. അപ്പോൾ നമുക്കധികം സമയം കളയാതെ നമുക്ക് ട്രക്ക് അങ്ങ് തുടങ്ങാം. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് പോയിന്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് വരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പേ ആൻഡ് പാർക്കൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തായാലും വണ്ടിയും കൊണ്ട് വരാനായിട്ട് പറ്റില്ല. അവരെല്ലായിടത്തും വെയിൽ വെച്ച് അടച്ചു വെച്ചേക്കാണ്. വണ്ടികൾ കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ നടന്ന് വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. ഇത് ഏറ്റവും ചെറിയ ട്രക്കിംഗ് ആണ്, അതായത് മുംബൈയിലെ ഏറ്റവും ചെറിയൊരു ട്രക്കിംഗ് ഏരിയ ആയിട്ടാണ് ഈ ഒരു സോണ്ടായി ഫോർട്ടിനെ പറയപ്പെടുന്നത്. എന്നാലും കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് കുറച്ച് കയറ്റയിറക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്ത് വഴികളൊക്കെ നല്ല സ്ലിപ്പറി ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ട്രക്കിംഗ് ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാനായിട്ട്. ട്രക്കിംഗ് ഷൂ ഇല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂ കാര്യങ്ങളൊക്കെ ഇടുക. സ്ലിപ്പർ കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് കയറാതിരിക്കണതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഈ ഒരു ട്രക്കിംഗ് തുടങ്ങിയത് നല്ല ഈസി ആയിട്ടാണ്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കയറ്റം കൂടി തുടങ്ങുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും താഴെയുള്ള വ്യൂ പതുക്കെ അങ്ങ് മാറി തുടങ്ങും. ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ഉയരത്തിലുള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചുറ്റും ഗ്രീനറിയാണ്. മഴക്കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോണ്ടായി ഫോർട്ട് ഒരു ഡിഫറെൻറ്റ് ലെവലിൽ തന്നെ പറയേണ്ടതായിട്ട് വരും കേട്ടോ. അതായത് കാറ്റും മേഘങ്ങളും പച്ചപിടിച്ച മലകളും സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് സമയം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും ഒരു റിഫ്രഷ്മെൻറ്റ് തന്നെയാണ്. മുന്നോട്ട് പോകെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്കോ മൂവിയാണ് ഓർമ്മ വന്നത്. കാരണം ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അവരുടെ സെക്യൂരിറ്റി ഗാർഡായിട്ടും പിന്നെ ഈ ഫോർട്ട് കാണാൻ വരുന്ന ആൾക്കാരെ വഴികാട്ടിയൊക്കെ ആയിട്ട് അവരിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ, ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഹറിവറിയായിട്ട് ചെയ്യരുത്. ഇടയ്ക്കിടെ റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ കയറുന്നതായിരിക്കും എല്ലായ്പ്പോഴും നല്ലത്. എസ്പെഷ്യലി മഴ സമയത്തൊക്കെ ഇവിടുത്തെ പാറകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അവിടെ നാരങ്ങവെള്ളം, സർബത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ അതൊന്നും ഞാൻ മേടിച്ച് കഴിക്കാനായിട്ട് നിന്നില്ല. പിന്നെ ഈ ഒരു കടയിൽ ആ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ പാവം തോന്നി. അവിടുന്ന് ഞാനൊരു പേരയ്ക്ക് മേടിച്ച് കഴിച്ചിട്ടാണ് പിന്നീട് ഞാൻ യാത്ര തുടങ്ങിയത്. ഓക്കെ, ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ട്രക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇവിടെ നിന്ന് കയറ്റം കുറച്ച് കൂടിയിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ കൈയുടെ സപ്പോർട്ട് എടുത്ത് നമുക്ക് കയറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആദ്യമായിട്ട് ട്രക്കിങ് ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കയറാൻ എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ അത് വർത്താണ്. ഓരോരോ കയറ്റം കഴിയുമ്പോഴും ഇടയ്ക്കൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ താഴെയുള്ള ആ ലാൻഡ്സ്കേപ്പ് കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ നടന്നിട്ടുണ്ടെങ്കിൽ സോണ്ടായി ഫോർട്ടിൻ്റെ മുകളിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആശ്വസിച്ചു. പക്ഷേ കയറിയിട്ടും ഈ കയറ്റം അങ്ങ് തീരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബാക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും വരാനായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ ആൾക്കാരെ വീണ്ടും വീണ്ടും കാണാനായിട്ട് പറ്റും. അവർ ഓരോരുത്തർക്കും വഴികാട്ടിയായിട്ടൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കിതച്ചിട്ടാണെങ്കിലും മുകളിലെത്തുമ്പോൾ ഇങ്ങനൊരു വ്യൂ കാണുമ്പോഴുണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ആ കാണുന്ന ഏറ്റവും താഴെ പൊടികളായിട്ട് കാണുന്ന വണ്ടികളൊക്കെ കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ഇഷ്ടപ്പെട്ട് വരുന്നു. പണ്ട് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സമയത്ത്, ഈ ഒരു ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് ട്രക്കിംഗ് ചെയ്തു പോകാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലെ കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ടാവും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ. മടി പിടിച്ചിരിക്കുകയല്ല, പുറത്തേക്ക് ഇറങ്ങണം, ഇതൊക്കെ ഇതുപോലൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ട്രക്കിംഗ് ഏരിയയിലൊക്കെ പോയി ട്രക്ക് ചെയ്തത് അന്നേരം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ മുകളിലെത്തുന്നത്. ആ മുകളിലെത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂവും ആ ഒരു ഇതൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. മുകളിലേക്ക് പോകുന്നോറും ചെറിയ കടകൾ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഏരിയകളുണ്ട്. ഇവരാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പേടിക്കണ്ട, അവർ നമ്മളൊന്നും ചെയ്യത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വഴികാട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ അങ്ങ് നടന്നു വരും. ഒരു ബിസ്ക്കറ്റും കുറച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുത്താണ്ടല്ലോ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അങ്ങനെ മുന്നോട്ട് പോകുകയാണതേ ഇവിടെ ഒരു കുളം കണ്ടത്. ഇതിൻ്റെ അകത്ത് മീനുകൾ കാര്യങ്ങളുണ്ട്. ആരും അതിൻ്റെ അകത്തേക്ക്, അതായത് കയ്യോ എന്തെങ്കിലുമൊക്കെ കഴുകാനൊക്കെ ആയിട്ട് അതിൽ ടച്ച് ചെയ്യരുത്, കാലിട്ട് ഇളക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് കാണുക, പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് അങ്ങ് നടന്ന് നീങ്ങാനായിട്ട് നോക്കുക. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി വേണം നമുക്ക് ആ ടോപ്പിലേക്ക് എത്താനായിട്ട്. ഞാൻ എൻ്റെ ട്രെക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം രാവിലെ 9 മണിയോട് കൂടിയാണ്. അപ്പോഴേക്കും കുറേ ആൾക്കാർ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ മേളിൽ ഇപ്പോഴും സ്റ്റിൽ അവിടെ നിന്ന് ഈ വ്യൂ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവരൊക്കെ എപ്പോഴായിരിക്കും അവരുടെ ട്രക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പടപടയെന്നൊക്കെ കയറി പോകുന്നത് കാണുമ്പോൾ ഞാനൊക്കെ അവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുമായിരുന്നു. നമുക്കത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ, സമയമെടുക്കും, ക്ഷമ വേണം. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ സെറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഏർലി മോർണിംഗിന് അവിടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ തിരക്ക് കാര്യങ്ങൾ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആൾക്കാർ അങ്ങ് ഒഴുകിയെത്തുന്നത്. എന്നാലും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ പിള്ളേരുകൾ ഗ്യാങ് ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രക്കിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം അവരുടേതായിട്ടുള്ള ലൈഫ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം കാണുമ്പോൾ ഒരു സന്തോഷം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കുശുമ്പാണ് തോന്നേണ്ടത്, പക്ഷേ എനിക്കിവിടെ സന്തോഷമാണ് തോന്നിയത്. പിന്നെ അടിച്ചു പൊളിക്കേണ്ട സമയത്ത് അടിച്ചു പൊളിക്കണം, അതല്ലാതെ വയസ്സാങ്കാലത്ത് കുശുമ്പ് തോന്നിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് സമയമൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. പൈസ കാര്യങ്ങളൊക്കെ ഇന്ന് വരും നാളെ പോവും, പക്ഷെ സമയം അത് മാത്രം നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടില്ല. അങ്ങനെ ആ പാറി പറക്കുന്ന ആ ഒരു കൊടി കണ്ടോ, ഏകദേശം നമ്മൾ മേളിലേക്ക് എത്താറായി. ഇതിൻ്റെ മേളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മുടെ ഷൂ കാര്യങ്ങളെല്ലാം ഊരി വെച്ചിട്ട് വേണം അകത്തേക്ക്, അല്ലാതെ മേളിലേക്ക് കയറാനായിട്ട്. അതവിടെ ബോർഡിൽ അവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർട്ടിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോണ്ടായി ഫോർട്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കോട്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്ഥലമായിരിക്കും എന്നാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ല നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് സോണ്ടായി ദേവിയുടെ ക്ഷേത്രവും പിന്നെ അതിനോട് ചേർന്നുള്ള മലമുകളിലുള്ള ഒരു സ്ട്രക്ചർ കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സോണ്ടായി ദേവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ കൊണ്ടും ഈ ഒരു സ്ഥലം ഭയങ്കര ശ്രദ്ധേയമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം വെറും ഒരു ട്രെക്കിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല കേട്ടോ, ലോക്കൽ പീപ്പിൾസിന്, അതായത് സാധാരണക്കാർക്ക് ഒരു സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഫോർട്ട്. മുകളിലെത്തി കഴിയുമ്പോൾ പ്രകൃതിയോടൊപ്പം ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ഓരോ കോർണറിൽ തന്നെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മൗണ്ടെയിൻസ് ഒക്കെ കിട്ടുമ്പോഴല്ലോ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും എഡ്ജിൽ പോയി എന്നിട്ട് കുറേ ഇത് കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അവിടെ പോയി റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇവിടെ ഈ ദേവിക്കായിട്ട് കുറേ പൂജയല്ല ഇങ്ങനെ തിരി കാര്യങ്ങളൊക്കെ കത്തിച്ച് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു അമ്പലത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു പള്ളിയിലോ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ ദേവിയുടെ അടുത്ത് പറഞ്ഞിട്ട് പതുക്കെ ഞാൻ അവിടുന്ന് പടിയിറങ്ങി. നമ്മൾ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മുടെ സേഫ്റ്റി അത് നമ്മൾ ആദ്യം തന്നെ നോക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് ഞാൻ തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കര അടിപൊളിയുള്ള വ്യൂ ആണ്. പ്രത്യേകിച്ച് കോടയൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ആ ലാസ്റ്റ് കാണുന്ന ആ എഡ്ജിൽ പോയി ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ അങ്ങ് അറ്റത്തേക്ക് പോകാനായിട്ട് നിന്നില്ല. കാരണം എനിക്ക് എൻ്റെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ ആരായാലും കുറച്ച് നേരം അവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ ഞാനും കുറച്ച് നേരം അവിടെ വിജിലംബിച്ച് നിന്നു തന്നെ പറയേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ മഴ പെയ്യുന്നു, അപ്പോൾ തന്നെ കോട വരുന്നു, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കോട പോകുന്നു, പിന്നെ മഴ പെയ്യുന്നു, ആ രീതിയിലായിരുന്നു. സോ റെയിൻകോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കാറ്റ് പിടിക്കാൻ നല്ല ചാൻസസും ഉണ്ട്. എൻ്റെ കാറ്റ് പിടിച്ചു ഉള്ളത് പറയാമല്ലോ. ഈ ഒരു ഫോർട്ടിൽ കയറുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ഇറങ്ങാൻ നേരത്തായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നുമില്ല, ഈ പാറകളൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് ഓരോ ചുവട് നമ്മൾ എടുത്തു വെക്കുന്നത് അത്ര കെയർഫുള്ളായിട്ട് വേണം. താഴേക്ക് ഇറങ്ങാൻ നേരത്താണ് ഇതുപോലത്തെ ഒരു വഴിച്ചാൽ കണ്ടത്. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കി. അധികം ആൾക്കാർ അങ്ങോട്ട് പോകാറില്ല എന്ന് നമുക്ക് ഈ പുല്ല് കാര്യങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. എന്നാലൊരു വഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കി. ഇനി ഈ വഴി എങ്ങാണോ ഇനി അപ്പുറത്തെ മലയിലേക്ക് ചാടാൻ വല്ല വഴി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയത്. അങ്ങോട്ടേക്ക് പോകുന്തോറും നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. സോ ഓരോ ചുവടെടുത്ത് വെച്ചത് അത്ര കെയർഫുള്ളായിട്ടാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് വീടെത്തില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വഴിച്ചാൽ കണ്ടു. അത് വെള്ളച്ചാട്ടം വരുന്ന വഴിച്ചാലാണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. നല്ല രീതിയിൽ തെറ്റൽ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. വെറുതെ ഇതിന് റിസ്ക് എടുക്കുന്നതെന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് കയറിയില്ല. പിന്നെ വന്ന വഴി തിരിച്ച് റിട്ടേൺ ഞങ്ങൾ താഴേക്ക് നടന്നു. പിന്നെ കാറ്റിൻ്റെ വേഗത നല്ല കൂടുന്നതനുസരിച്ച് താഴേക്ക് ഇറങ്ങാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു കടയിൽ ഒരു ഷെഡിൽ ഞങ്ങൾ കയറി നിന്ന് കാറ്റ് കാര്യങ്ങളൊക്കെ പതുക്കെ കുറയട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങാം. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതായത് ഫുഡ് പാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കാനായിട്ട് നിൽക്കരുത്. കുറേ ആൾക്കാരൊക്കെ അതങ്ങനെ ചെയ്യണ കണ്ടു. വെറുതെ ഇതിനെ നമ്മുടെ പ്രകൃതിനെ അങ്ങ് നശിപ്പിക്കുന്നത്. ഇനിതേ ആ കാണുന്ന പോയിന്റിലേക്കാണ് നമുക്ക് നടന്ന് നീങ്ങി എത്താനായിട്ടുള്ളത്. മേളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ മുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും നേരം കയറി നമ്മൾ കണ്ട ആ കാഴ്ച കാര്യങ്ങൾ, അതായത് ആ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എത്തിയപ്പോൾ എനിക്ക് ഇവന് കൂട്ടായിട്ട് കിട്ടിയിട്ടോ. പിന്നെ എൻ്റെ അതായത് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഇവനായിരുന്നു. ഇവൻ പറയുന്ന വഴിയിലൂടെയാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവൻ കാണിച്ചു തരുന്ന വഴി കാര്യങ്ങളൊക്കെ അധികം സ്ലിപ്പറി ഇല്ലാത്ത നല്ലൊരു നമുക്ക് എത്രയും പെട്ടെന്ന് താഴേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നീട് എൻ്റെ ഒരു ടൂർ ഗൈഡ് ഈ കാണുന്ന ആ ഒരു മുതലാണ്. അവനെ ഞാൻ ചുട്ടുമണിന്ന് വിളിച്ചു. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി വെയിറ്റ് മുന്നോട്ട് ഉപയോഗിച്ചാണ് കയറുന്നത്. പക്ഷേ ഇറങ്ങുമ്പോൾ കാലിൻ്റെ ബാലൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും സ്പീഡിൽ ഇറങ്ങാനായിട്ട് ആരും നോക്കരുത്. അങ്ങനെ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ആ വഴിയുടെ സൈഡിൽ കൂടെ വേറൊരു വഴി കണ്ടപ്പോൾ അവിടെ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അങ്ങോട്ടേക്ക് കയറി. അങ്ങോട്ട് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് അറിയാനായിട്ട് വീണ്ടും മുന്നോട്ട് ഞാൻ നടന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് വെയിൽ കാര്യങ്ങളൊക്കെ ഉച്ചയിൽ ഉദിച്ചു നിൽക്കുന്ന രീതിയിലുള്ള വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഏരിയ അങ്ങോട്ടേക്കൊന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര ഒരു കുളിരണിയിപ്പിക്കുന്ന കാഴ്ചകളിൽ മനസ്സിനൊരു കുളിർമ തോന്നിക്കുന്ന കാഴ്ചകൾ, മനസ്സിന് മാത്രമല്ല കണ്ണിനും. കാരണം ഫുള്ളൊരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അവിടെ നിന്ന് ഞാൻ മേളിലേക്ക് നോക്കിയപ്പോൾ ആ കാണുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. എന്താലേ അങ്ങനെ ഈ ഒരു ട്രക്കിംഗ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. വാവ്, വാട്ട് എ ട്രക്കിംഗ്. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ആ ഒരു ടൈം. പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത്. കയറിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു, അന്നിനെ ഭയങ്കര ക്രൗഡായിരുന്നു. നീ തിരിച്ചിറങ്ങിയിട്ട് വന്നിട്ട് കയറാം എന്ന രീതിയിൽ പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു. എന്നാൽ ഇതും കൂടി കയറി കണ്ടിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറി. വിചാരിച്ച പോലെ അല്ല കേട്ടോ, സ്റ്റെപ്പൊക്കെ ഭയങ്കര വിജലംബിച്ച രീതിയിലായിരുന്നു. മേളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയാലെന്ന് വിചാരിച്ചു. പിന്നെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ താഴെ എത്തി കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കയറാൻ നേരത്ത്, അതായത് ആ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ
ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് കിലോമീറ്റർ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 2 കിലോമീറ്റർ എന്നാണ്. പക്ഷേ 2 കിലോമീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്ന് ഒരു ഏകദേശം ഒരു 2 കിലോമീറ്ററിന് മുകളിൽ നടന്ന് ഒരു ഏരിയയിൽ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ വില്ലേജ്, അവിടെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ നടന്നിട്ട് അങ്ങ് എത്തുന്നില്ല. ഇത് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ പറഞ്ഞ് പറ്റിച്ചതാണെന്നും അറിയാൻ പാടില്ല. നമുക്ക് ലിഫ്റ്റ് ചോദിച്ചാൽ പോലും നമുക്ക് ഒരു നാറികൾ നമുക്ക് ലിഫ്റ്റ് തരത്തില്ല. പിന്നെ ആ നടപ്പ് അങ്ങനെ തന്നെ നടന്നു. എവിടേക്കോ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഇതാണോ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കും. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വാട്ടർഫോൾസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ സകലമാന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആൾക്കാർ അവിടെ കുമിഞ്ഞുകൂടി നിൽക്കുന്നത്. ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എങ്ങനെ ഞാൻ വാട്ടർഫോൾസിൽ ഇറങ്ങും അങ്ങനെയൊക്കെയായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പരാതി അങ്ങ് മാറിക്കിട്ടി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സമയം കളയേണ്ട, നേരെ ഇനി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഏത് ഓട്ടോയിലാണ് വന്നത് ആ ഒരു ഡ്രൈവറിൻ്റെ നമ്പർ നമ്മൾ മേടിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം എല്ലായ്പ്പോഴും ഇങ്ങോട്ടേക്ക് ഓട്ടോ സർവീസ് കാര്യങ്ങൾ അവൈലബിൾ അല്ല. സോ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇവിടെ നിന്ന് വന്ന് പിക്ക് ചെയ്തോളും. ഞങ്ങൾക്ക് വന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നമ്മൾ ഈ കാണുന്ന മലകളൊക്കെ അല്ലേ, ഇതാണ് മാത്തേരാൻ. അതായത് മാത്തേരാൻ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഓരോ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് ലേക്ക് കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, ആ കാണുന്ന ലേക്കാണിത്. അതായത് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്തേരാൻ കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് 2 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്തേരാൻ ആ മലയുടെ മേളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നാണ് അയാൾ പറയുന്നത്. അതായത് പതുക്കെ നടന്നിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേളിൽ എത്തിപ്പെടാമെന്ന്. ശരിക്കും ഈ ഒരു ഓട്ടോ ഡ്രൈവർ ഒരു നല്ലൊരു ഗൈഡും കൂടിയാണ് കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്, അവിടെ എങ്ങനെയൊക്കെ എത്തിപ്പെടാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.